അപ്പൊ അത് ദൃശ്യം 3 കണ്ടു. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ജിത്തു ജോസഫ്. എന്താ പറയാ, ശരിക്കും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടും ആ ഒരു സിനിമയുടെ ഫീലിലാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. നമുക്ക് തിയേറ്ററിൽ കിട്ടുന്ന ഒരു അഡ്രനാലിൻ റഷ് ഉണ്ട്, ആ ഒരു ഫീല് വിട്ടുമാറുന്നില്ല. ശരിക്കും സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1ഉം 2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം 3 അനൗൺസ് ചെയ്യുമ്പോ എന്തിനാണ് ഈ 3 എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു ശരിക്കും പറഞ്ഞാല്. കാരണം 1ന്റെയും 2ന്റെയും ഒക്കെ ഇമ്പാക്ട് കളയാന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്തും അങ്ങനെ ഭയങ്കര സംഭവം ഇട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അതിന് ഞാനൊരു എക്സ്പെക്ടേഷനും ഇല്ലാണ്ടാണ് സിനിമ പോയി കാണുന്നത്. അങ്ങനെ പോയി ഈ സിനിമ കാണുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ തിയേറ്ററിൽ കണ്ടത് ജിത്തു ജോസഫ് സാറിന്റെ ഒരു മാജിക് ആണ്. അതുപോലെ തന്നെ ലാലേട്ടന്റെ പീക്ക് പെർഫോമൻസും. പടത്തിനെ കുറിച്ച് കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. എന്ത് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും. പടത്തിന്റെ കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 1ലും 2ലും കണ്ടിട്ടുള്ള പല ക്യാരക്ടേഴ്സും ഈ 3ലും ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോറിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കാരണം സ്റ്റോറി കൂടുതലൊന്നും പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും ഇത് ഒരു സ്പോയിലർ ആയി പോകും. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ ഒരു സിനിമ പറ്റുള്ളൂ. എനിക്ക് ദൃശ്യം 2നേക്കാളും ഇഷ്ടപ്പെട്ടത് ദൃശ്യം 3 ആണ്. പല രീതിയിലുള്ള നെഗറ്റീവ്സ് നിങ്ങൾ കേൾക്കും ഈ പടത്തിനെ പറ്റി. ദൃശ്യം 1ന്റെയും 2ന്റെയും അത്ര പോരാന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നെഗറ്റീവ്സ് കേൾക്കും. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ എന്റെ റിവ്യൂസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആ നെഗറ്റീവ്സിനെ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ഡയറക്ട്ലി തിയേറ്ററിൽ പോയിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ദൃശ്യം 3. സോ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.